എൻ്റെ ജോലിയിൽ തടസ്സവും സങ്കടങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഞാൻ എൻ്റെ ഹോസ്പിറ്റലിൽ ഉപ്പിട്ട് പ്രാർത്ഥിക്കും. ഉപ്പിട്ട് പ്രാർത്ഥിച്ച തക്ഷണം എനിക്കുള്ള എല്ലാ പ്രശ്നങ്ങളും, എന്നെപ്പറ്റി ഇപ്പം ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു, എനിക്ക് എന്തെങ്കിലും ഒരു വിപത്ത് വരുന്ന സമയത്ത് പരിശുദ്ധ അമ്മയുടെ സംരക്ഷണം ഞാൻ എപ്പോഴും അമ്മയുടെ അടുത്ത് പറയും, അമ്മയുടെ മേലങ്കിക്കുള്ളിൽ എന്നെ പൊതിഞ്ഞ് സംരക്ഷിക്കണേ എന്ന്. സമയത്തിൻ്റെ മേലും സഞ്ചാരി മാതാവുമായി ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു, സദാസമയം എൻ്റെ കൂടെ എൻ്റെ അമ്മയുണ്ട്. എൻ്റെ ആധ്യാത്മിക ജീവിതത്തിൽ പരിശുദ്ധ അമ്മയോടും ഈശോയോടും തുറന്നുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ. ഞാനിരുന്ന് അമ്മയെ അത് തരണേ അങ്ങനെയല്ല പ്രാർത്ഥിക്കുന്നത്, എനിക്കിത് വേണം, എൻ്റെ അവസ്ഥ ഇതാണ്, ഇന്ന് നടന്ന കാര്യങ്ങളൊക്കെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യും. അമ്മ ഇന്ന് ഞാൻ അവരെ കണ്ടു, ഇവരെ കണ്ടു, ഇതൊക്കെയാണ് അവരെന്നോട് അങ്ങനെ പറഞ്ഞു, എല്ലാം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യും. എനിക്ക് തരണേന്ന് ഞാൻ പ്രാർത്ഥിക്കത്തില്ല, എല്ലാം ഞാൻ പറയും, എല്ലാവരുടെ കാര്യങ്ങളും പറയും. ഞാൻ അമ്മയുടെ അടുത്ത് പ്രാർത്ഥിക്കും. അമ്മ എല്ലാവർക്കും കാണത്തില്ലേ, എല്ലാവരും കാണാൻ വരത്തില്ലേ, നേരിട്ട് പെട്ടെന്ന് വന്നാൽ എനിക്ക് ചിലപ്പോൾ പേടിച്ചു പോകും. നമ്മളങ്ങനെയാണല്ലോ കുറേ കഥകളിലൊക്കെ കണ്ടിരുന്നു, പെട്ടെന്ന് പ്രത്യക്ഷപ്പെടുമ്പോൾ നമുക്ക് പേടിയാകും. ഞാൻ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞു, എനിക്ക് പേടിക്കേണ്ട, ഞാൻ സ്വപ്നം കാണണം, സ്വപ്നത്തിൽ മാത്രം വന്ന് എന്നെ കണ്ടാൽ മതി, ഞാൻ റെഡി ആവുമ്പോൾ ഞാൻ പറയാം, അപ്പോൾ വന്ന് അമ്മ എന്നെ കണ്ടാൽ മതി എന്ന്. ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ച് പ്രത്യക്ഷീകരണം ചൊല്ലാൻ വേണ്ടി രാവിലെ എണ്ണിക്കുന്ന സമയങ്ങളിൽ ലേറ്റ് ആയാൽ കറക്റ്റ് ഈ രൂപത്തിൽ ഈ മാതാവ് ഈ ഗ്ലാസിൻ്റെ അകത്തല്ലിരിക്കുന്ന ഇതേ ഗ്ലാസിൻ്റെ രൂപം സൂം ചെയ്ത പോലെ വന്നിട്ട് ജോസ്നാന്ന് വിളിക്കും. ഞാൻ റൂമിൽ ഒറ്റയ്ക്കിരുന്ന സമയങ്ങളിലും ഒരു സ്ത്രീയുടെ അശരീരി വന്ന് എൻ്റെ പേര് വിളിക്കുന്നതായി ഞാൻ കേൾക്കാറുണ്ട്.